Hello everyone, welcome to Bilingua tutorial. This is Maya Anandan. Today we are going to discuss chapter 33, use the specific word, textual questions and its answers. The textual questions, at first we can see the first question, mention at least 5 animal cries not mentioned in this chapter. In this chapter we have seen some animal cries. You have to write 5 more animal cries. Textil തരാത്ത കുറച്ച് animal cries എഴുതാനാണ് question. And the answer is bat. Batന്റെ cry അവിടെ തന്നിട്ടില്ലായിരുന്നു. Bat, screech. Then bear, growl. Then mosquito, whine. Then donkey, bray. Then wolf, owl. So 5 animals and their sounds are given here. Then second question, find 5 stand phrases. 5 phrases you have to write. The main verb must be stand. Stand കൊണ്ടുള്ള 5 phrasal verbs നമുക്ക് എഴുതണം and use them in sentence. അത് സെന്റൻസിൽ എഴുതാനാണ് question. I have given only stand phrases here. 5 phrasal verbs I have given. You have to find its meaning and you have to write the sentences using these phrasal verbs. Okay, and the phrasal verbs are stand out, stand by, stand up, stand in, stand down. നിങ്ങൾ ഇതിൻ്റെ മീനിങ് കണ്ടെത്തുക, അത് സെൻറ്റൻസിൽ എഴുതുക. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഷോർട്ട് ആൻസേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ആൻഡ് റൈറ്റ് സെൻറ്റൻസ് ബൈ യുവർ ഓൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് വിൻ സൗണ്ട്സ് ആൻഡ് യൂസ് ദം ഇൻ സെൻറ്റൻസ്. നമ്മൾ ടെക്സ്ച്വൽ പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വിൻ സൗണ്ട്സ് കണ്ടതാണ് അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ. ലൈക്ക് റസ്ലിംഗ്, വിസ്ലിംഗ്, റാറ്റ്ലിംഗ്, ക്രാഷിംഗ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് വേർഡ്സ് നമ്മൾ കണ്ടതാണ്. ആൻഡ് ദാറ്റ് വേർഡ്സ് വി ക്യാൻ യൂസ് ഇൻ സെൻറ്റൻസ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസസ് എഴുതുക, അതാണ് ക്വസ്റ്റ്യൻ. And one example I have written here, a light breeze ruffled the water. Then I am moving to the next question. Question number D. Find 5 speech words. Use them in sentences. Speech words കണ്ടുപിടിക്കാനാണ്, അതിനെ സെൻറ്റൻസസിൽ യൂസ് ചെയ്യുകയും വേണം. ഓക്കെ, so first word I am giving here, it is brittle. Brittle is speaking just like about to cry. നിങ്ങൾ കരയാൻ പോകുന്ന ആ കരച്ചിലിൻ്റെ വക്കിലെത്തി സംസാരിക്കുന്ന ഒരു രീതി, that is brittle. Then strident. Strident is speaking in loud and unpleasant way. ദേഷ്യപ്പെട്ട് ഭയങ്കര ലൗഡ്ലി സംസാരിക്കുന്നതാണ് strident. Then raucous. Raucous is loud and rough. പരുഷമായിട്ട്, വളരെ ശബ്ദത്തിൽ പരുഷമായിട്ട്, എക്സ്ട്രീമിറ്റി ഓഫ് ആങ്കർ ആണ് കാണിക്കുന്നത് റോക്കസ് വെച്ചിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് വിസ്പർ. വിസ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പീക്ക് ഇൻ എ ലോ ആൻഡ് സോഫ്റ്റ് വോയിസ്. വളരെ മിതത്തിൽ, മയപ്പെട്ട് സംസാരിക്കുന്നതും അതും വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതാണ് വിസ്പർ. ദെൻ ബാബിൾ. ബാബിൾ ഇസ് സ്പീക്കിംഗ് ലൈക്ക് എ ബേബി. ബേബി, കൊച്ചു കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നതാണ് ബാബിൾ. Okay, then these are the 5 speech words we can get. You have to use it there in a sentence. You have to write 5 sentences. 5 mark question ആയിട്ട് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. സോ 5 sentences ഇത് വെച്ചിട്ട് നിങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ എഴുതുക. വേർഡ്സ് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, സെൻറ്റൻസ് അത് ഉപയോഗിച്ച് സെൻറ്റൻസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, then next question, question number E. Find 5 animal walk or move and use them in sentences. Animal walk or its movement or walk of animals and use them in sentence. 5 animal walkോ അതിൻ്റെ മൂവ്മെൻറ്റ്സോ അതിന് സെൻറ്റൻസിൽ ഉപയോഗിക്കാനാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഐ ഹാവ് റിട്ടൺ സം മൂവ്മെൻറ്റ്സ് ഹിയർ. സ്നേക്ക്, സ്ലിത്തർ. ദെൻ ബെയർ, ലംബർ എബൌട്ട്. ദെൻ മങ്കി, സ്വിങ്. ദെൻ ഡക്ക്, വാരൽ. ദെൻ ഫ്രോഗ്, ഹൂപ്പ്. സോ 5 ആനിമൽസിൻ്റെ അതിൻ്റെ മൂവ്മെൻറ്റ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഉപയോഗിച്ച് സെൻറ്റൻസ് എഴുതുക. ഓക്കെ, And here is one sentence written for you. The snake slithered through the yard. then next question, the sound of rain falling on the rooftop. റൂഫ് റെയിൻ വീഴുന്ന ഒച്ച, ഇത് നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. പാറ്റർ. പാറ്റർ ഇസ് ദ വേർഡ്. ദെൻ നെക്സ്റ്റ് വൺ, സൗണ്ട് ഓഫ് പ്ലേറ്റ്സ് ബീങ് ഹാൻഡിൽഡ്. പ്ലേറ്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട്, ദാറ്റ് ഇസ് ക്ലാറ്റർ. സോ ഈ 2 വേർഡും യൂസ് ചെയ്തുകൊണ്ടും സെൻറ്റൻസ് എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ വേർഡ് എഴുതാനായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. സോ ഹാഫ് മാർക്ക് അവിടെ വരും. ദെൻ അത് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് എഴുതാനും വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ബോത്ത് ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. ഓക്കെ, ഓക്കെ,
Okay, then next question. What are the different words denoting movement of horse and use them in sentence? ഹോഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് കാണിച്ചുകൊണ്ട് ഉള്ള വേർഡ്സ് എഴുതാനും അതുപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസ് എഴുതാനുമാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹോഴ്സ് മൂവ്മെൻറ്റ്, അത് ഹോഴ്സിൻ്റെ പ്രത്യേക തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനൊക്കെ ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ട്. ജസ്റ്റ് വോക്ക് ഉണ്ട്, ദെൻ ട്രോട്ട്, ക്യാൻറ്റർ, ഗലോപ്പ് ആൻഡ് പേസ്. These are the 5 words I am suggesting to you. ഈ 5 വേർഡ്സിൻ്റെ മീനിങ് കണ്ടെത്തുക, അത് വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുക. ഓക്കെ. And one example also I had written for you. The noise startled the horse into a gallop. Then last question. Write 5 sentences describing the sounds you can hear on seashore. ഈ സിറ്റുവേഷനിൽ, നമ്മുടെ ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ ഈ ക്വസ്റ്റ്യൻ കുറച്ച് നമ്മളോട് ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഇമാജിൻ യു ആർ ദെയർ ഇൻ സീഷോർ എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ദെൻ വിച്ച് ഓൾ സൗണ്ട്സ് യു ക്യാൻ ഹിയർ. കണ്ണൊന്ന് അടച്ചിട്ട് എന്തൊക്കെ സൗണ്ട്സ് നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ സീഷോറിൽ പോയിരിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട്സ് എന്തൊക്കെയായിരുന്നു, കണ്ണടച്ചതൊന്ന് ആലോചിച്ചുകൊണ്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ എന്തൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിരിക്കും. കുട്ടികളുടെ ഒച്ച ഉറപ്പായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. സോ ഫസ്റ്റ് ആൻസർ ഓർ ഫസ്റ്റ് സെൻറ്റൻസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ചിൽഡ്രൻ പ്ലേയിങ് ആൻഡ് ലാഫിംഗ് ഇൻ ദ ഷോർ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സെൻറ്റൻസ് യു ക്യാൻ റൈറ്റ് ആസ് ദ ആൻസർ. ദെൻ സെക്കൻഡ് വൺ, വേവ്സ് ക്രാഷിംഗ് ഇൻ ദ ഷോർ. വേവ്സ് വന്നിട്ട് തീരത്തടിയുന്ന ആ ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവണം. ദെൻ സീഗൾസ് ആൻഡ് അതർ ബേർഡ്സ് ക്രൈയിങ് ആൻഡ് ഫ്ലൈയിങ്. സീഗൾസ്, കടൽക്കാക്കകളും മറ്റു പക്ഷികളും ഒക്കെ വന്ന് പറന്നു പോകുന്ന ശബ്ദവും അതുങ്ങളുടെ കരച്ചിലും ഒക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവാം. ദെൻ വിൻഡ് വിസിലിംഗ് ഓവർ ദ റോക്സ് ആൻഡ് ദ സാൻഡ്. വിൻഡ്, കാറ്റ് വന്ന് റോക്സിലും അതുപോലെ സാൻഡിലും ഒക്കെ അടിക്കുന്ന ഒരൊച്ച, ഒരു വിസിലിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവണം. ദെൻ സൗണ്ട് ഫീറ്റ് സ്പ്ലാഷിങ് ഇൻ വാട്ടർ. കാല് വെച്ചിട്ട് വെള്ളം തട്ടി കളിക്കുമ്പോൾ വരുന്ന ആ ഒരു ശബ്ദം, അത് നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് ആ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവണം. സോ ഇത്രയാണ് നിങ്ങൾക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്ര 5 sentences ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ എൻഡ്സ് textual questions and its answers. And I think why I haven't given all the answers, you have to work out. നമ്മൾ സ്വയം കണ്ടെത്തി എഴുതുന്ന ആൻസേഴ്സ് കുറച്ചുകൂടെ ഓർത്തിരിക്കും. That will help you for your examination. That's why I haven't given whole answers. എല്ലാ ആൻസേഴ്സും തരാതെ അതിൻ്റെ ക്ലൂസ് മാത്രം തന്നതിൻ്റെ കാര്യം അതാണ്. ഹോപ്പ് യു വിൽ വർക്ക് ഔട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. കുറച്ച് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുവാണ്. ആൻസേഴ്സ് കണ്ടുപിടിക്കുക, നോട്ടിൽ എഴുതി വയ്ക്കുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ ആൻഡ് യു ഗോട്ട് ദ ആൻസേഴ്സ്. Thank you for watching this video.